ഹലോ, ഇത് അഗസ്ത്യച്ചീരയാണ് കേട്ടോ. അഗസ്ത്യച്ചീരയെന്നും അഗത്തിച്ചീരയെന്നൊക്കെ പറയാറുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പൂവാണിത്. അഗസ്ത്യച്ചീര പയറ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഈ ഒരു ചെടിയുടെ ഈ ഒരു ഇല കണ്ടാൽ നമ്മുടെ വാളംപുള്ളിയുടെ ആ ഒരു രീതിയാണ് കേട്ടോ. ഇതിൻ്റെ പൂവും അതുപോലെ തന്നെ ഇലയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. ഒരുപാട് പേർക്ക് അറിയില്ല ഇതിൻ്റെ ഗുണങ്ങളൊന്നും. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഒത്തിരി ഉപയോഗമാണ് കേട്ടോ ഈ ഒരു ചീര കൊണ്ട്. നമ്മുടെ ബോഡിയിലുള്ള ചീത്ത കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ ഒരു ചീര യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു ചീര ഒത്തിരി പേർക്ക് അറിയില്ല കേട്ടോ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. ഇതിൻ്റെ കായാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ വിത്തുകൾ കിട്ടും കേട്ടോ. അപ്പോൾ ആ വിത്തുകൾ പാവി നമുക്ക് പുതിയ പുതിയ അഗസ്ത്യച്ചീര മരങ്ങളെ നട്ടു വളർത്താൻ പറ്റും. വേഗം വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ അഗസ്ത്യച്ചീര. അഗസ്ത്യച്ചീര മെയിനായിട്ട് വൈറ്റും അതുപോലെ തന്നെ റെഡ് കളറുമാണ് ഉള്ളത്. അഗസ്ത്യച്ചീരയുടെ ഈ കമ്പുകളൊക്കെ വളരെ ശക്തി കുറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ പൂവൊക്കെ പിച്ചാൻ വേണ്ടി ഇത് വലിച്ചു പിടിക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലധികം പൂവൊന്നുമില്ല, ഒത്തിരി നാളുകൊണ്ട് പിടിക്കുകയാണ് കേട്ടോ. നമുക്ക് ഡെയിലി ഇതുപോലെ കുറേ പൂവുകൾ കിട്ടും. ഇവിടെ വൈറ്റ് കളറാണ് കേട്ടോ ഉള്ളത്. ഞാൻ കൂടുതൽ വൈറ്റാണ് കഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ മെയിനായിട്ട് ഇതിൻ്റെ പൂ മാത്രമാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇലയും ഈ പൂവിനെ പോലെ തന്നെ ഒത്തിരി യൂസ്ഫുള്ളാണ്. ഞാനിവിടെ ഇതുകൊണ്ട് തോരനാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നറിഞ്ഞൂടാത്ത ആളുകൾക്ക് വേണ്ടിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് ഇത്ര അഗസ്ത്യച്ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് ഞാൻ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മുരിങ്ങയില തോരനൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പൂവായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വേഗം തന്നെ പൂവ് വാടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പൂവ് ഇതുപോലെ നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ അകത്ത് കുഞ്ഞു പ്രാണി അതുപോലെ തന്നെ ഇവിടെ ഞാൻ പുഴുവൊന്നും കണ്ടിട്ടില്ല. പക്ഷേ നാട്ടിലുണ്ടായിരുന്നതിനൊക്കെ പുഴു ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് നോക്കാം, കുഞ്ഞു കുഞ്ഞു പ്രാണിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ടോ എന്ന് നോക്കാം. ഇതൊരു 2 വെള്ളം നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. ഒരുപാട് കഴുകണ്ട, കാര്യം പൂവായതുകൊണ്ട് തന്നെ വേഗം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡ് വെച്ചോ അതുപോലെ തന്നെ കൈവച്ചോ അരിഞ്ഞെടുക്കാം. ചിലർക്കൊന്നും അറിയില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അവർക്ക് വേണ്ടിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് തോരൻ വെക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് വെച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കരിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന അഗസ്ത്യച്ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേഗം കുക്കായി വരും കേട്ടോ, അതുകൊണ്ട് നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഇതിൽ ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോർമലായിട്ട് തേങ്ങ ചതയ്ക്കുമ്പോൾ ജീരകവും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടാണ് ചതച്ചെടുക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ വെക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. തേങ്ങ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ഡ്രൈ ആവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളുള്ള നമ്മുടെ അഗസ്ത്യച്ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അഗസ്ത്യച്ചീര കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.